നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അച്ഛൻ അച്ഛൻ എന്താ അച്ഛനെ വിളിക്കാതിരുന്നത്? ഞാൻ ഇപ്പൊ വിളിക്കുന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നു. മോളെ, ഇന്നലെ ജോലി കഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റ് ആയി, വന്ന് കിടന്നപ്പോഴും ഒരുപാട് ലേറ്റ് ആയി. അച്ഛൻ വിളിക്കാതായപ്പോ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അച്ഛനിനി എത്ര ജോലി തിരക്കുണ്ടെങ്കിലും എന്നെ വിളിക്കണേ. അല്ല, എന്തിനായിരുന്നു മോളെന്നെ വിളിച്ചോണ്ടിരുന്നത്? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി. കേട്ടല്ലോ. ഇപ്പൊ മോൾക്ക് സന്തോഷമായല്ലോ. അച്ഛാ, ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ആ, ചോദിക്കും മോളെ. എന്റെ കൃഷ്ണ, കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. ആ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നെന്ന് മനസ്സിലൊന്ന് കാണാൻ വേണ്ടി അച്ഛാ ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛന് നല്ല പൊക്കമാണോ അതോ മീഡിയം പൊക്കമാണോ? മീഡിയം പൊക്കം. കാണാൻ വെളുപ്പാണോ കറുപ്പാണോ? വെളുപ്പ്. നല്ല തടിയുണ്ടോ? അത്ര വലിയ തടിയൊന്നുമില്ല. അല്ല, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ അറിയുന്നേ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അച്ഛനെ കുറിച്ച് പറയാനാ. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ കാണണമെന്ന് സത്യക്ക് അത്ര വലിയ ആഗ്രഹമാണല്ലേ? അച്ഛൻ പറയുന്നേക്ക് വെച്ച് ഞാൻ എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അച്ഛാ. അച്ഛന്റെ നടപ്പും അച്ഛന്റെ ഓരോ ചലനങ്ങളും ഞാനിപ്പോ എന്റെ മനസ്സുകൊണ്ട് കാണാ. ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചറിയാം. ഉറപ്പ്? ഉറപ്പ്. എന്റെ ഉള്ളിൽ എന്റെ അച്ഛൻ ഇപ്പൊ ഉണ്ട്. അച്ഛാ, ആ, പറ മോളെ. അച്ഛനൊന്ന് വീഡിയോ കോളി വരുമോ? അല്ല, അത് പിന്നെ ഒന്ന് വീഡിയോ കോളി വാ അച്ഛാ, എനിക്കൊന്ന് കാണാനാ. അത് പിന്നെ മോളെ, എന്റെ ഈ ഫോണിലെ വീഡിയോ ഓപ്ഷൻ പ്രവർത്തിക്കുന്നില്ല. അയ്യോ. ആ, ഉണ്ടായിരുന്നെങ്കി ഞാൻ എപ്പോഴേ മോളെ വീഡിയോ കോളിൽ വിളിച്ചേനെ. എനിക്ക് മോളെ കാണാൻ ആഗ്രഹമുള്ളതല്ലേ? എങ്കി അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ? വീണ്ടും കുടുങ്ങിയല്ലോ ദൈവമേ. ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തന്നാ മതി അച്ഛാ, പ്ലീസ്. ഞാൻ എന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. എന്താ ഇപ്പൊ ചെയ്യാ? കട്ട് ചെയ്താലോ? അത് പിന്നെയും പ്രശ്നമാവും. ഒരു ഫോട്ടോ അയച്ച അച്ഛാ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും കാണിക്കാലോ. ശരി, ഞാൻ നോക്കട്ടെ. ആ, അച്ഛൻ ഫോൺ കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്താ ഫോട്ടോ അയക്കാൻ മറന്നു പോവും. ശരി, ഞാൻ നോക്കട്ടെ. എന്താ ഫോട്ടോ അയക്കാത്തത്? ആ, ചിലപ്പോ തിരക്കായിരിക്കും, വെയിറ്റ് ചെയ്യാം. എന്റെ ഒരു പഴയ ഫോട്ടോയാ. ഞാൻ ഇപ്പൊ അയച്ചു തരാം. പിന്നെ ഞാൻ നേരി വരുമ്പോ എന്നെ കാണാലോ, അതുപോലെ.
ശരി അച്ഛാ, എന്നാ ഫോട്ടോ അയക്ക്. അയച്ചിട്ടുണ്ടേ. സത്യമോളെ, അച്ഛന് ജോലിക്ക് പോവാൻ സമയമായി. ഇനി പിന്നെ വിളിച്ചാ പോരെ? ശരി അച്ഛാ, വിളിക്കണം കേട്ടോ. ഉം. എന്റെ അച്ഛൻ. വിഷ്ണു ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അതവന്റെ മാത്രം തീരുമാനമായിരിക്കും മോളെ. അങ്ങനെ എനിക്കിപ്പോ തോന്നുന്നത്. അതിന് മാറ്റം വരുത്തുന്ന എന്തോ അവിടെ നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ വിഷ്ണു ഇപ്പൊ ഇവിടെ വന്നേനെ. ഇതിപ്പോ അതല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരുമെന്ന് എന്റെ മനസ്സിൽ തോന്നിയതാ. ആഗ്രഹിക്കാനേ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റൂ. നമ്മളെപ്പോലുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാവുന്ന എല്ലാ വഴികളും തുറന്നു തരും. ഒടുവിൽ ഇതുപോലൊരു സ്വപ്നമായി കാണാവുന്ന രീതിയിലേക്ക് അത് മാറും. വീട്ടിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ടാവും. മകനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറാവാത്ത ഒരു അമ്മയുടെ അടുത്ത് നിന്ന് വേണം വിഷ്ണുവേട്ടന് വരാൻ. ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഈ ഒരു കാര്യത്തിന് സത്യമ്മ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ വിഷ്ണുവേട്ടന്റെ ആഗ്രഹം, ഉറപ്പ്, അതിന് വെറുതെ തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതി മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാ. ഈ നിമിഷം വരെ ഇത് യാഥാർത്ഥ്യമാവുമെന്നുള്ള ഒരു ഉറപ്പും എനിക്കില്ല. പിന്നെ ഈ വേഷം കെട്ടിയിരുന്നത്, ജീവിതത്തിൽ എന്തെല്ലാം വേഷങ്ങൾ കെട്ടി ആടുന്നു. അതിലൊരു വേഷം ഇങ്ങനെയും ആടിയെന്ന് വിചാരിക്കാം. അത്രയുള്ളൂ ഇതൊക്കെ. നിനക്കിതിലെല്ലാം എങ്ങനെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു മോളെ? അക്കാര്യത്തില് നമ്മൾ അമ്മയ്ക്കും മക്കൾക്കുവേ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു കഴിവുണ്ട്, അതിജീവനം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾ അമ്മയും മക്കളും തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.